إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. يا واحدا ليس لي رب سواه ولا ند له يدعى كالجن والصنم. يا من نلوذ به عما أحاذره يا من ننادي اسمه في السلم والنقم. يا من نمد له في كل معضلة يد الضراعة في الإصباح والظلم. سألتك الله قصرا لا نظير له في جنة الخلد أعلى عالي القمم. الجار أحمد والأصحاب رفقته. يا ربي يا مولاي يا واسع الكرم. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഉപ്പളയിലെ മണ്ണംകുഴി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മതം സുരക്ഷയാണ് എന്ന പ്രമേയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഈ മഹത്തായ സലഫി സമ്മേളനത്തിന്റെ വേദിയിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, നേതാക്കളെ, ഈ മഹനീയമായ സദസ്സിൽ വന്നുചേർന്നിട്ടുള്ള സ്നേഹസമ്പന്നരായ എന്റെ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും
നമ്മിൽ സദാ അവൻ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. ഈ മഹത്തായ ഇൽമിന്റെ വേദിയിൽ നിന്ന് വിട്ടുപിരിയുന്നതിന്റെ മുമ്പ് തന്നെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ പൊറുത്തു തരികയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും അവർക്കായി അവൻ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് നമുക്കെല്ലാം ഇടം നൽകപ്പെടുകയും ചെയ്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സിറാത്തുൽ മുസ്തഖീം എന്ന നേരായ മാർഗം, നേരായ പാത എന്ന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുവാനും ശ്രവിക്കുവാനുമുള്ളത്. സഹോദരങ്ങളെ, നാം എല്ലാം ഇവിടെ ഒരുമിച്ചുകൂടി എന്തിനു വേണ്ടിയാണ് നാം എല്ലാം ഇവിടെ നമ്മുടെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എന്റെ സഹോദരീ സഹോദരന്മാർ ഇവിടെ അവരുടെ വിലപ്പെട്ട സമയം കഴിച്ചുകൂട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ ആസ്വദിക്കുവാൻ താളമേളങ്ങളില്ല, കണ്ണുകൾക്ക് ഇമ്പം പകരുന്ന നിലക്കുള്ള വിസ്മയകരമായ കാഴ്ചകൾ ഒരുക്കിയിട്ടില്ല. പിന്നെ എന്തിനിവിടെ വന്നു? വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളും പരിപാടികളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന, കാതടപ്പിക്കുന്ന പ്രോഗ്രാമുകൾ നടക്കുമ്പോഴും വിശ്വാസികൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വേദികളിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നു? അവർക്കതിൽ വലിയ ഒരു ഉദ്ദേശമുണ്ട്. നമുക്കൊരു നാളിൽ ഈ ലോകം വിട്ട് പിരിഞ്ഞു പോകണം എന്ന കൃത്യമായ ബോധമുള്ളവരാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും. ഇന്നും ഇന്നലെയും മിനിയാന്നുമൊക്കെയായി പത്രങ്ങളിൽ വലിയ സ്ഥാനം പിടിച്ചിട്ടുള്ള മെയിൻ വാർത്തകൾ എന്താണ്? പ്രവാസികളായ ആളുകൾ വിദേശ രാജ്യങ്ങളിലുള്ള ഒട്ടേറെ ആളുകൾ ഇന്ന് വലിയ വേദനയിലാണ്. അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളും ആ വേദന പങ്കുവെക്കുകയാണ്. എന്താണ് ഇത്രത്തോളം ഒരു വിഷമമുണ്ടാക്കാനും പത്രത്താളുകളിൽ സ്ഥലം പിടിക്കാനും ഒരു വിഷയമുണ്ടായത്? വിദേശ രാജ്യങ്ങളിലെ അവിടെയുള്ള പൗരന്മാർക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അവിടെയുള്ള തൊഴിൽ മന്ത്രാലയം നിയമങ്ങൾ കൊണ്ടുവരിക എന്നത് സ്വാഭാവികം മാത്രമാണ്. ഓരോ രാജ്യത്തുമുള്ള അവിടെയുള്ള പൗരന്മാരുടെ സുസ്ഥിരതക്കും നിലനിൽപ്പിനും ആവശ്യമായ നിലക്ക് ആ രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കുവാനും നിർമ്മിക്കുവാനും അതാത് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് അവകാശമുണ്ട്. എന്നാൽ നമ്മുടെ വിഷയം എന്താണ്? അത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി നോക്കുന്ന ഒട്ടേറെ മലയാളികൾ, ഒരുപാട് പ്രവാസികൾ, അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഒഴുകുന്ന ഡ്രാഫ്റ്റും അവരയക്കുന്ന പണങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, അവരുടെ മനസ്സിൽ ഒരു ആശങ്ക, ഇതാ ഇവിടം വിട്ട് പോകേണ്ട ഒരവസ്ഥ എന്ന് വിദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ ആലോചിക്കുകയാണ്. അങ്ങനെ അവരിവിടെ വന്നാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് അവരെ ആശ്രയിച്ച് കഴിയുന്നവർ ഇവിടെയുള്ളവരും നൊമ്പരപ്പെടുകയാണ്. ഇതൊക്കെ ദുനിയാവിന്റെ കേവലം ചില വർഷങ്ങളിലേക്ക് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ആകുലപ്പെടുന്നത്. എങ്കിൽ സഹോദരങ്ങളെ, നാം എല്ലാവരും ഈ ഭൂമിയിൽ തന്നെയും പ്രവാസികളാണ്. നമ്മളൊക്കെ ഒരു സൗദി അറേബ്യയിൽ നിന്നുള്ള തിരിച്ചുവരവോ UAE-യിൽ നിന്നുള്ള തിരിച്ചുപോക്കോ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളിൽ നിന്നുള്ള തിരിച്ചുപോക്കിനെ കുറിച്ചോ അല്ല വാസ്തവത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ ചിന്ത വരേണ്ടത്.
അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ തന്നെ ഞാനൊരു പ്രവാസിയാണ്, ഞാനൊരു പരദേശിയാണ്. എനിക്ക് തിരിച്ചു പോകാൻ ഒരു ലോകമുണ്ട്, അതാണ് പരലോകം. ആ ലോകത്തെ ഓർമ്മപ്പെടുത്തിയില്ലേ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ? സഹാബിമാരോട് പറഞ്ഞില്ലേ, സഹാബിയോട് പറഞ്ഞില്ലേ, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നീ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെ ജീവിക്കണം, നീ ഭൂമിയിൽ ഒരു വിദേശിയെ പോലെയാണ് കഴിയേണ്ടത്. അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരൻ, അവനെങ്ങോട്ടോ പോവുകയാണ്, ആ യാത്രക്കിടയിൽ ഇടക്കൊന്ന് വിശ്രമിക്കാൻ ഇറങ്ങിയ ഒരിടത്താവളമായിട്ടേ ദുനിയാവിനെ നീ കാണാവൂ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വഫാത്തായി പോയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ മടങ്ങിപ്പോകണം, നമുക്കൊക്കെ തിരിച്ചു പോകണം. എവിടേക്കാണ് തിരിച്ചു പോകേണ്ടത്? മടങ്ങി വരാൻ ഒരു ചാൻസ് ഇല്ലാത്ത ലോകത്തേക്കാണ് മടങ്ങിപ്പോകേണ്ടത്. സൗദി അറേബ്യയിൽ നിന്ന് ഒരു വ്യക്തി തിരിച്ചു വന്നാലും അവന് തൽക്കാലം താമസിക്കാൻ ദുനിയാവിലെ അവന്റെ വീടുണ്ട്, അവന്റെ രാജ്യമുണ്ട്. എന്നാൽ ഈ ലോകത്ത് നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള അവധി എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അല്ലാഹുവിന്റെ വിളിയാളം കേട്ടുകൊണ്ട് ഖബറാകുന്ന വീട്ടിലേക്ക് നമ്മുടെ ജീവിതം പറിച്ചു നടപ്പെട്ടാൽ, അതേ അവിടെ നിന്നും പിന്നീട് അങ്ങോട്ടുള്ള നീണ്ട ജീവിതകാലത്തിലേക്ക് നമ്മുടെ ജീവിതം പറിച്ചു നടപ്പെട്ടാൽ ഒരു തിരിച്ചുവരവിന് നമുക്ക് ചാൻസ് ഉണ്ടോ? ഒന്ന് മടങ്ങി വന്നുകൊണ്ട് ഇനിയും ഞാൻ അമല് ചെയ്തോളാം എന്ന് പറയാൻ വകുപ്പുണ്ടോ? മരണത്തിന്റെ മലക്കിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും കിടന്നുകൊടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹു നിശ്ചയിക്കുന്ന അവധിയെത്തുമ്പോൾ അല്ല പറഞ്ഞേക്കുന്ന മലക്കുകളുടെ മുമ്പിൽ നാം കിടന്നുകൊടുത്ത് നമ്മുടെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുകൾ വരുമ്പോൾ ആ സമയത്ത് മനുഷ്യൻ ആശിച്ചു പോവുകയാണ്, റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഞാനുമൊക്കെ ചിന്തിക്കണം. മരണത്തിന്റെ നേരത്തതാ നമ്മുടേതായ കണ്ണുകൾ മറിഞ്ഞു പോകുന്നു. നമ്മുടെ കണ്ണുകൾ ഇതുവരെ കാണാത്ത കാഴ്ചകൾ കാണുകയായി. ഇന്ന് വരെ ഞാനോ നിങ്ങളോ മലക്കുകളെ കണ്ടിട്ടില്ലല്ലോ, മലായിക്കത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പക്ഷേ മരണത്തിന്റെ നേരത്തതാ നോക്കെത്തുന്ന ദൂരത്ത് മുഴുവൻ ഒന്നുകിൽ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മലക്കുകളാണ്, മുസ്ലിമായ മനുഷ്യന്റെ മരണനേരത്തതാ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അയക്കപ്പെട്ട കാരുണ്യത്തിന്റെ മലക്കുകളെ അവൻ കാണുകയായി. അതേ അവസരത്തിലതാ കാഫിറും മുനാഫിഖുമായ താന്തോന്നിയായി കൊണ്ട് ജീവിക്കുന്നവന്റെ മുമ്പിൽ അദാബിന്റെ മലക്കുകളെ അവൻ കാണുകയായി, അവരുടെ ശബ്ദം കേൾക്കുകയായി. ആ സമയത്തതാ മനുഷ്യൻ പറഞ്ഞു പോകുന്നു, മരിക്കുന്നു എന്ന് ഉറപ്പാകുന്ന നേരത്ത് മനുഷ്യനങ്ങ് കെഞ്ചി നോക്കുകയാണ്, റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കിത്തരാമോ? കുറച്ചു കാലം കൂടി എനിക്കൊന്ന് ഈ ഭൂമിയിൽ ജീവിക്കണം, എന്നെ ഒന്ന് മടക്കിത്തരാമോ? എന്തിനാണ് ഞാൻ ഇനിയും ആശിക്കുന്നത് ജീവിക്കണമെന്ന്? സുഖിക്കാനല്ല, ആഡംബര ജീവിതം നയിക്കാനല്ല, സൗകര്യങ്ങളിൽ രമിക്കാനല്ല, മറിച്ച് മനുഷ്യനാ നേരത്ത് പറഞ്ഞു പോകുന്നു, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ഇതുവരെ ഞാൻ ചെയ്യാതെ ഒരുപാട് സൽക്കർമ്മങ്ങൾ വിട്ടുപോയി റബ്ബേ. സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഉപദേശിച്ചപ്പോഴും അത് ചെവിക്കൊണ്ടില്ല.
സത്യവിശ്വാസം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല. നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നതിൽ ദുന്യാവിന്റെ തിരക്കുകളിൽ ഞങ്ങൾ മുഴുകിയതുകൊണ്ട് ആഖിറത്തിന്റെ കാര്യം ഞങ്ങൾ മറന്നുപോയി. അതുകൊണ്ടൊന്നും മടക്കിത്തരാമോ? എങ്കിൽ ഞങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചോളാം. ആ സമയത്ത് മറുപടി എന്താണ്? കല്ലാ, വേണ്ടടോ, ഇനി നിന്റെ ആവശ്യമില്ല. ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വർത്തമാനമാണ്. അല്ല നിശ്ചയിച്ച ഒരു സെക്കൻഡ് അല്ല ഇങ്ങോട്ട് പിന്തിക്കുകയില്ല. ഒരിക്കലും ഇനി മടക്കത്തിന് നിനക്ക് ചാൻസ് ഇല്ല. സൽക്കർമ്മങ്ങൾ ചെയ്തോളാം, സ്വതക്ക കൊടുത്തോളാം, ഞാൻ നല്ലവനായിക്കോളാം എന്നൊക്കെ പറഞ്ഞാലും ആ പിടുത്തത്തിൽ നിന്ന് രക്ഷയില്ല. ഇനി നിനക്ക് ദുന്യാവിലേക്കല്ല മടക്കമുള്ളത്. വമിൻ വറാഇഹിം, അവരുടെ പിന്നിൽ ഇനി വരാനുള്ളത് ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, പുനരുത്ഥാന നാള് വരെ, അല്ല നിശ്ചയിക്കുന്ന കാലഘട്ടം വരെ അവര് ബർസഖിന്റെ ലോകത്താണ് ഇനി കിടക്കേണ്ടത്. ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും ഇടക്ക് നമുക്ക് കയറി താമസിക്കാനുള്ള ഇടമാണ് ബർസഖ്. അതാണ് നമ്മുടെ ഖബർ ജീവിതം. ആ ജീവിതത്തിൽ രക്ഷ വേണോ? അതിന്റെ ശേഷമുള്ള പരലോക ജീവിതത്തിൽ രക്ഷ വേണോ? അവിടെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടണോ? അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീലത വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ സത്യവിശ്വാസികളെ, അല്ല വിളിക്കുകയാണ്, ഓ മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹു ഹറാമാക്കിയത് ചെയ്തു പോകരുത്. അല്ല അരുതെന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടുനിൽക്കണം. അല്ല ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യണം. അരുതെന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടുനിൽക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ നിയമാവലികളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, പടച്ച റബ്ബിന്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് ജീവിക്കണേ മുഅ്മിനുകളെ. വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കണേ. വജാഹിദൂ ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പ്രയാസം സഹിക്കണേ, ത്യാഗം സഹിക്കണേ, ബുദ്ധിമുട്ട് അനുഭവിക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, മരണാനന്തരമുള്ള ജീവിതത്തിൽ നമുക്ക് വിജയം വേണം. മരണനേരത്ത് നമുക്ക് നല്ല വാക്കുകൾ കേട്ട് മരിക്കാൻ കഴിയണം. അല്ലാഹുവിന്റെ മലക്കുകൾ മരണനേരത്ത് നമ്മളോട് പറയണം, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനം കിട്ടിയിട്ടുള്ള ആത്മാവേ, പുറപ്പെട്ടോളൂ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഇറങ്ങിക്കോ. നല്ല നല്ല സന്തോഷത്തിന്റെ വാർത്തകൾ കേട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെന്താ വേണ്ടത് പ്രിയമുള്ളവരെ? മരണം നന്നാവണം, ഖബർ ജീവിതം നന്നാവണം. ഖബർ ജീവിതത്തിന്റെ ശേഷം അല്ലാഹു നിശ്ചയിക്കുന്ന കാലത്ത് ഈ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടുകൊണ്ട് ഓരോരുത്തരും അതാ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവനവന്റെ അമലുകളുടെ ഹിസാബിനെയും നേരിടാൻ വേണ്ടി ഉള്ള ആ പോക്കുണ്ടല്ലോ. ആ ദിവസത്തിൽ നമുക്ക് വിജയം വേണമോ? പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, എന്താണ് അല്ലാഹു തആല പറയുന്നത്? നിനക്ക് വിജയം സുനിശ്ചിതമാക്കണോ? പരലോകത്ത് രക്ഷപ്പെടണോ? ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണോ? ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടണോ? അവിടെ മലായിക്കത്തുകളുടെ അദാബിൽ നിന്ന് രക്ഷപ്പെടണോ? അതേ, അവിടെ മലക്കുകൾ ചോദ്യം ചോദിക്കാൻ വരുമ്പോൾ
നിന്റെ റബ്ബാരെന്ന ചോദ്യത്തിന് അല്ലാഹു റബ്ബീ, എന്റെ റബ്ബ് അള്ളയാണെന്ന് പറയാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതെന്റെ നേതാവാണ്, ഞങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളിലേക്ക് വന്ന നേതാവാണ്, ആ നേതാവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ ആ നേതാവിനെ പിൻപറ്റിയവരാണെന്ന് മലക്കുകളോട് മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ എന്തു വേണം? അതിനനുസരിച്ച ജീവിതം ഈ ദുനിയാവ് വിടും മുമ്പേ ചെയ്ത് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കണം. അതിനാ നമ്മൾ ഇവിടെ കൂടിയത്, അതിനാ നമ്മൾ ഈ കാത്തിരിക്കുന്നത്, അതിനാണ് നമ്മൾ ഈ ത്യാഗം സഹിക്കുന്നത്. ആ ലോകത്തേക്ക് വേണ്ട ഒരുക്കങ്ങൾ ഒരുക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ ഒത്തുകൂടൽ. അതല്ലാതെ നമുക്ക് ആരോടെങ്കിലും വാശി തീർക്കാനാണോ? ഞാനും നിങ്ങളും അടങ്ങുന്ന ലോക ജനത മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം, മഹാന്മാരായ അംബിയാക്കൾ വരെ യൗമ യദ്ഉ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ, അംബിയാക്കൾ പോലും ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞ് ബേജാറാകുമ്പോ, അതേ അവിടെ സഹോദരങ്ങളെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുമതി പ്രകാരം ജനങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുമ്പോൾ ആ ശുപാർശക്ക് അർഹനായി തീരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അതിനെന്ത് വേണം? ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിലേക്ക് കാണിച്ചു തന്ന ഇസ്ലാം ഉണ്ടല്ലോ, കലർപ്പില്ലാത്ത ആ ശുദ്ധമായ ദീനുൽ ഇസ്ലാം, അതിനെക്കുറിച്ച് നന്നായി പഠിക്കണം, അതിനെക്കുറിച്ച് നന്നായി അറിയണം, അത് ജീവിതത്തിൽ പകർത്തണം, അതറിഞ്ഞിട്ടില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം, തെറ്റിദ്ധരിച്ചവർക്ക് സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത് മുസ്ലിമേ നമ്മുടെ ബാധ്യതയല്ലേ? അതുകൊണ്ട് അല്ലാഹു പറയുന്നു, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചോ, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ അന്വേഷിച്ചോളൂ. എങ്ങനെയാ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത്? അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാ? അള്ളാഹിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോ അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ, നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോ അവിടെയുള്ള ഇഴജന്തുക്കള്, കുപ്പിച്ചില്ലുകൾ, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള വസ്തുക്കൾ നിറഞ്ഞൊരു സ്ഥലത്തുകൂടെ നമ്മൾ നടന്നു പോകുമ്പോ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടെ പോകും. അങ്ങനെ പോകുമ്പോ അവിടെ നമ്മുടെ ശരീരത്തിന് ദ്രോഹകരമായ വല്ല വസ്തുക്കളുമുണ്ടെങ്കിൽ അതൊന്നും തന്റെ ശരീരത്തിൽ തട്ടാതിരിക്കാനുള്ള വല്ലാത്തൊരു സൂക്ഷ്മതയും ഒരു കൃത്യമായ ശ്രദ്ധയും നോട്ടവുമൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ എന്താ കൂടുതൽ ശ്രദ്ധിക്കുക? ഈ നടന്നു പോകുന്ന വഴിയിൽ ഏറ്റവും അപകടകരമായ വസ്തു, അപകടകാരിയായത് എന്താണുള്ളതെങ്കിൽ അതിനെക്കുറിച്ചാണ് കൂടുതൽ പേടിക്കുക. നടന്നു പോകുന്ന വഴിയിൽ ഒരു കുപ്പിച്ചില്ലുണ്ടെങ്കിൽ, നടന്നു പോകുന്ന വഴിയിൽ മറ്റു മാലിന്യങ്ങളോ ചെളിവെള്ളമോ ഉണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല, ഒന്ന് മുണ്ടുപൊക്കി ഉടുത്തൊന്ന് ശ്രദ്ധിച്ച് നടന്നാ മതി, അതല്ലെങ്കിൽ കാലിൽ കുപ്പിച്ചില്ല് കൊള്ളാതെ നടന്നാ മതി. അതേ അവസരത്തിൽ ആ നടന്നു പോകുന്ന വഴികളിലതാ ശക്തമായി വിഷം ചീറ്റുന്ന ഇഴജന്തുക്കൾ ഉണ്ടെന്ന് വന്നാലോ, പാമ്പുകളുണ്ടെന്ന് വന്നാലോ, ശക്തമായ നിലക്കുള്ള ഭീഷണിയുള്ള മൃഗങ്ങളുണ്ടെന്ന് വന്നാലോ, അതേ വല്ലാത്തൊരു ശ്രദ്ധയാണ് ആ മേഖലയിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാവുക. അതേ ഈ ദുനിയാവിൽ ജീവിക്കുന്ന മുസ്ലിമേ, ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, എന്റെ ഉമ്മമാരോട്, സഹോദരി സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തട്ടെ, ഈ ഭൂമിയിലൂടെ തഖ്വയോടെ ജീവിക്കുമ്പോൾ ഏറ്റവും പരമപ്രധാനമായി വല്ലാതെ നമ്മൾ ഭയപ്പെടേണ്ടത് മാരകമായ വിഷമെന്ന് നമുക്ക് പറയാവുന്ന ഒരു തുള്ളിയെങ്ങാനും നമ്മുടെ അമലിൽ കലർന്നു പോയാൽ അമല് മുഴുവൻ പൊളിഞ്ഞു പോകുമെന്ന് അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുള്ള ശിർക്കെന്ന മാരകമായ രോഗമാകുന്നു. ശിർക്കാണ് വമ്പിച്ച ആക്രമമെന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, നിശ്ചയമായും അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത് വമ്പിച്ച അക്രമം തന്നെ. അതിനേക്കാൾ വലിയ ഒരു അക്രമം വേറെയില്ല. അത് ചെയ്തവൻ തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ, ശിർക്ക് ചെയ്തവൻ തൗബയില്ലാതെ മരണപ്പെട്ടാൽ, അതേ അവന്റെ പാപ
പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതല്ല, ശാശ്വതമായി അവൻ നരകത്തിയിലായിരിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. മഹാന്മാരായ പ്രവാചകന്മാര് പോലും, ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്കറിയാം ശിർക്കിനെതിരെ പോരാടിയ നേതാവാണ്. ആ പ്രവാചകൻ പോലും പ്രാർത്ഥിക്കുന്നത് വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എന്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതില്ലെന്ന്, ശിർക്ക് ചെയ്യുന്നതില്ലെന്ന് നീ അകറ്റേണമേ. മഹാന്മാരായ പ്രവാചകന്മാര് പോലും തേടുന്നു. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു ഒരിക്കലും പൊറുക്കില്ലെന്ന് പറഞ്ഞിട്ടുള്ള മഹാപാതകമായ ശിർക്ക് വന്നിട്ട് ഒരുത്തൻ നിസ്കരിച്ചിട്ടെന്താ ഫലം, ഹജ്ജ് ചെയ്തിട്ടെന്താ ഫലം, നോമ്പെടുത്തിട്ടെന്താ ഫലം, ധർമ്മം കൊടുത്തിട്ടെന്താ ഫലം? മഹാന്മാരായ പ്രവാചകന്മാരോട് പോലും അല്ലാഹു തആല പറഞ്ഞത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അല്ലാഹു തആല പറഞ്ഞത്, ലഇൻ അശ്റകത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ നിന്റെ കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകുന്നതാണ്, നീ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോവുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു അതാ മഹാന്മാരായ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വരെ പറഞ്ഞിരിക്കങ്ങളെ. നമ്മുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ എപ്പോഴും വല്ലാത്ത പേടി ഉണ്ടാകേണ്ടത് എന്തിനെക്കുറിച്ചാ? ശിർക്ക് വന്നു പോകരുതേ, ശിർക്കൊരിക്കലും എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകരുതേ. എന്താണ് ആ നിലക്ക് മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടായി കഴിഞ്ഞാൽ ശിർക്ക് സംഭവിക്കില്ല. എനിക്കെന്റെ കാര്യങ്ങൾ ചോദിക്കാൻ എന്റെ റബ്ബ് മതി, അല്ല മതി എനിക്ക്. അല്ല വിധിച്ചതല്ലാതെ ഒന്നും എനിക്ക് സംഭവിക്കുകയില്ല. എന്ത് ഖൈറ് ബാധിച്ചാലും ശർറ് ബാധിച്ചാലും അതെല്ലാം എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. അല്ലാഹുവേ ലഹ്മാനി അലിമാ അഅ്തൈത്, നീ നൽകിയത് മുടക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ മുടക്കിയ ഒരു കാര്യം നേടിത്തരാനും ഒരുത്തനുമില്ല. നൽകുന്നവൻ അല്ലാഹുവേ നീയാണ്, തടയുന്നവനും നീയാണ് റബ്ബേ. ഇനി വല്ല ആപത്തും ബാധിച്ചാലോ പ്രയാസങ്ങൾ ബാധിച്ചാലോ ഈമാനുള്ള മനുഷ്യൻ എന്താ ചെയ്യുന്നത്? അവനവന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുകയാണ്. ലയുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിതാവായ അല്ല എന്താണോ വിധിച്ചതെങ്കിൽ അതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അവന്റെ മേൽ ഞങ്ങളെല്ലാം വരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള ആ തവക്കുലിന്റെ ബോധമാണ് ഒരു ശരിയായ മുഅ്മിനിന്റെ ജീവിതത്തിൽ പ്രകടമാകുന്നത്. സഹോദരന്മാരെ, അല്ലാഹുവിനോട് ചോദിച്ചാൽ ആ ചോദിക്കുന്ന നേരത്ത് നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ പടച്ച റബ്ബിനോട് നമുക്കൊരടുപ്പമുണ്ടാകണ്ടേ. അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് അവൻ ഉത്തരം തരുന്നത് അവനിലേക്ക് നമ്മൾ എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം അവൻ നമുക്ക് ഉത്തരവും വർദ്ധിപ്പിച്ചു തരും. അല്ലാഹുവിലേക്ക് അടുക്കേണ്ടത് എങ്ങനെയാണ്? ഏതെങ്കിലും മഹാന്മാരെ, മരിച്ചുപോയ ആളുകളുടെ ഖബറിടങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് കാര്യം നേടിത്തരണേ എന്നവരോട് പറഞ്ഞാൽ അവരാണോ അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കേണ്ടത്? ഒരു കാലഘട്ടത്തിൽ ചില ആളുകൾ അങ്ങനെയാണ് പ്രചരിപ്പിച്ചത്. അല്ലാഹുവിലേക്ക് നേർക്ക് നേരെ നമുക്കൊന്നും അടുക്കാൻ പറ്റില്ല, നമ്മളൊക്കെ സാധാരണക്കാരാണ്, അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ കാര്യം നേടാം നമുക്ക് പറ്റും എന്നതിന് കൃത്യമായ ഉറപ്പില്ല. അതുകൊണ്ട് മഹാത്മാക്കളോട് ചോദിക്കണം. മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് പറഞ്ഞാൽ അവരൊക്കെ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുപ്പം കിട്ടിയിട്ടുള്ള ആളുകളാണ്. അവരെ അല്ലാഹുവോട് പറഞ്ഞിട്ട് നമ്മുടെ കാര്യം അവരെ സാധിപ്പിച്ചു തരും എന്ന അർത്ഥത്തിൽ അവരെ വിളിച്ചുകൊണ്ട് തേടുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു. അതേ അറബ് ലോകത്തുണ്ടായിരുന്ന അറേബ്യൻ മുശ്രിക്കുകൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് ലാത്ത ഉസ്സ പോലെയുള്ള വിഗ്രഹങ്ങളെയും അതുപോലെ തന്നെ ഇബ്രാഹിം ഇസ്മായിൽ മഹാന്മാരുടെ പേരിലടക്കമുള്ള പ്രതിഷ്ഠകളെയും പരിശുദ്ധ കഅബാലയത്തിന്റെ ഉള്ളിൽ പോലും അതേ പ്രതിഷ്ഠിച്ചു വെച്ചുകൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു, അവരുടെ മുമ്പിൽ പോയി സങ്കടം പറയുന്നു, അവർക്ക് ചുറ്റും തവാഫ് നടത്തുന്നു. എന്തിനാണ് ഞങ്ങൾ ഇവർക്ക് ഈ ആരാധനകൾ സങ്കല്പിക്കുന്നത്, സമർപ്പിക്കുന്നത്? അല്ലാഹുവിങ്കലേക്ക് ഞങ്ങളെ ഇവർ അടുപ്പിച്ചു തരും, ഇവർക്ക് ഇബാദത്ത് കൊടുത്താൽ ഇവർ ഞങ്ങളെ ഇഷ്ടപ്പെടും. അങ്ങനെ ഞങ്ങൾ ഇവരോട് കാര്യം പറഞ്ഞാൽ ഇവരല്ലാഹുവിനോട് പറഞ്ഞ് കാര്യം നേടിത്തരും. അങ്ങനെ അള്ളാന്റെ മുമ്പിൽ റെക്കമെൻഡ് പറഞ്ഞിട്ട്, ശുപാർശ പറഞ്ഞിട്ട് നാം നേരിട്ട് ചോദിച്ചാൽ കിട്ടാത്ത കാര്യം ഈ മരിച്ച മൺമറഞ്ഞു പോയ മഹാത്മാക്കള് അവര് സാധിപ്പിച്ചു തരും എന്നൊരു വിശ്വാസമുണ്ടായപ്പോൾ പരിശുദ്ധ ഖുർആൻ അതിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അതേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വഴിവിട്ട ചിന്തയിലേക്ക് മനുഷ്യൻ വഴിമാറിപ്പോയി. അങ്ങനെ കാര്യം നേടാൻ ഏറ്റവും നല്ലത് അല്ലാഹുവിനോട് ചോദിക്കലല്ല, മഹാത്മാക്കളോട് ചോദിക്കലാണ് എന്ന അന്ധമായ വിശ്വാസം നമ്മുടെ മുസ്ലിം സമുദായത്തിലും പിൽക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടു. അങ്ങനെ എന്ത് ചെയ്തു? ഈ ലോകത്തെയും പരലോകത്തെയും പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ഖബറുകളെ സമീപിക്കാൻ തുടങ്ങി. മഹാന്മാരായ ആളുകൾ മറവിട്ട് കിടക്കുന്ന സ്ഥലങ്ങളെന്ന് സങ്കല്പിക്കപ്പെടുന്ന കരുതപ്പെടുന്ന കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ ഒഴുകിത്തുടങ്ങി. അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറയാൻ തുടങ്ങി, അവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. പേര് പറയുമ്പോൾ എന്ത് പറയുമെന്നോ നമ്മൾ അതിനെ ചോദ്യം ചെയ്താൽ അവർ പറയും, ഞങ്ങൾ മഹാന്മാരെ മദ്ഹ് പറയുകയാണ്, ഞങ്ങൾ മഹാന്മാരുടെ മൗലൂദ് ഓതുകയാണ്. മഹാന്മാരുടെ മൗലൂദോ എന്ന് പറഞ്ഞുകൊണ്ട്, മൗലൂദ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മൗലിദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കിതാബുകൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. എന്നിട്ടോ നിങ്ങൾ ഈ മൗലിദുകളിലൂടെ എന്താണ് ചെയ്യുന്നത്? മഹാന്മാരായ ആളുകളെന്ന് പറയപ്പെടുന്നവരുടെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള മൗലിദ് കിതാബുകളിൽ എന്താ വന്നിട്ടുള്ളത്? അവരെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും കൂട്ടിക്കലർത്തിയിട്ട് എഴുതിയിട്ടുണ്ടാകും. അവരെക്കുറിച്ച് ഉള്ളതുമുണ്ടാകും, അതിൽ ഇല്ലാത്തതുമുണ്ടാകും. അത് ഗദ്യമായിട്ടുമുണ്ടാകും, പദ്യമായിട്ടുമുണ്ടാകും. പിന്നെയോ അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈരടികളും ഉണ്ടാകും, അവരെ വിളിച്ചുകൊണ്ട് ദുആ ഇരക്കുന്ന വരികളും ഉണ്ടാകും. ഇതടങ്ങിയ കിതാബുകളാണ് മൗലിദ് കിതാബുകൾ. ഇങ്ങനെ പലരുടെയും പേരിൽ നമ്മുടെ നാട്ടിൽ മൗലൂദുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ധാരാളം മൗലിദുകൾ എന്ന സമുദായത്തിലുണ്ട്. ശറഫല്ലന മൗലിദുണ്ട്, മങ്കൂസ് മൗലിദുണ്ട്. അതുപോലെ തന്നെ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ മുഹീദ്ദീൻ മൗലിദുണ്ട്. റിഫായി ശൈഖിന്റെ പേരിൽ റിഫായി മൗലിദുണ്ട്. മമ്പുറം തങ്ങളുടെ പേരിൽ മമ്പുറം മൗലിദുണ്ട്. അജ്മീർ ഖാജയുടെ പേരിൽ അജ്മീർ മൗലിദുണ്ട്. ഏർവാടിയുടെ പേരിൽ ഏർവാടി മൗലിദുണ്ട്. മുത്തുപ്പേട്ടയുടെ പേരിൽ മുത്തുപ്പേട്ട മൗലിദുണ്ട്. ഈ മൗലിദുകളിലൊക്കെ എന്താണ് പ്രിയമുള്ളവരെ വിഷയം? ഒന്നുകിൽ ആ ആളുകളെ കുറിച്ച് കുറെ ഉള്ളതുണ്ടാകും, അതിന്റെ പുറമേ കുറെ ഇല്ലാത്ത കെട്ടുകഥകളും അവരുടെ പേരിൽ എഴുതിയിട്ടുണ്ടാകും. അതിന്റെയൊക്കെ പുറമേ അവരെ വിളിച്ചുകൊണ്ട് തേടുന്ന, അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്ന, പാപം പുറത്തു തരണേ എന്നവരെ വിളിച്ച് അർത്ഥിക്കുന്ന, രോഗം ശിഫയാക്കണേ എന്നവരോട് സങ്കടപ്പെടുന്ന, കാര്യങ്ങൾ സാധിപ്പിച്ചു തരണേ എന്നവരെ വിളിച്ചുകൊണ്ട് സങ്കടപ്പെടുന്ന വരികളുമുണ്ടാകും. ഇതൊക്കെ കൂടി അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ് മൗലിദ് പുസ്തകങ്ങൾ. ഈ മൗലിദ് പുസ്തകങ്ങളാണ് മൗലിദ് കിതാബുകൾ എന്ന പേരിൽ അതേ വീടുകളിൽ വെച്ച് ചൊല്ലുന്നു. അത് ചൊല്ലുന്ന പലരുടെയും ധാരണ എന്താണ്? ഞങ്ങൾ മഹാന്മാരുടെ മദ്ഹ് പറയുന്നു, മഹാന്മാരെ കുറിച്ച് ഞങ്ങൾ നല്ലത് പറയുകയാണ്. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തു, പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ നല്ലത് പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ ഈ മൗലിദ് കിതാബുകളിലൊക്കെ അവരെക്കുറിച്ചുള്ള കെട്ടുകഥകളാണ് പലതും. നിങ്ങൾ അവരെ വിളിച്ച് തേടുന്ന വരികളാണ് അതിലുള്ളത്. അത് പാടില്ല. അങ്ങനെയുള്ള മൗലിദ് പാടാൻ പാടില്ല. അങ്ങനെ ഒരു മദ്ഹ് എന്ന പേരിൽ നിങ്ങൾ വീടുകളിലോ എവിടെയും പള്ളികളിലോ വെച്ച് ചൊല്ലാൻ പാടില്ല. അതല്ല പൊറുക്കാത്ത സംഗതിയാണ്.
അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ, അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മുജാഹിദുകൾ പറയുമ്പോ, ഈ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ മൗലീദ് ഉയർത്തിപ്പിടിക്കുന്ന ചില പുരോഹിതന്മാരുണ്ട്, ചില മുസ്ലിയാക്കന്മാരുണ്ട്, ചില തങ്ങന്മാരുണ്ട്, തങ്ങന്മാരെന്ന് പറയപ്പെടുന്നവരുണ്ട്. അവരതാ ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയും, ഓ മൗലവിമാരെ, മൗലൂദിനെ എതിർക്കുന്ന, മൗലിദ് പാടില്ലെന്ന് പറയുന്ന പുത്തൻവാദികളെ, നിങ്ങൾക്ക് പാരമ്പര്യമില്ല. നമുക്ക് പാരമ്പര്യമില്ല. പിന്നെ ആർക്കാ പാരമ്പര്യം? മൗലിദോരുന്ന ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത്. എവിടെയാ പാരമ്പര്യം? അവരതാ ജനങ്ങളോട് പച്ചയായി പറയുന്നു. പത്രങ്ങളിൽ അത് റിപ്പോർട്ടായി ജില്ലയിൽ എന്ന് തന്നെ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് അവർ തെറ്റിദ്ധരിപ്പിച്ചത്? മൗലിദ് പാടില്ലെന്ന് പറയുന്ന മുജാഹിദേ, നീ പുത്തൻവാദിയാണ്. കാരണം എന്തെന്നല്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ മൗലിദ് നിറഞ്ഞു കിടക്കുന്നു. എങ്ങനെയുണ്ട്? കേൾക്കുന്നവൻ എന്താ വിചാരിക്കുക? ഖുർആൻ മുഴുവൻ മൗലൂദാണ്. ആരുടെ മൗലൂദ്? 25 നബിമാരുടെ പേരല്ലേ ഖുർആനിലുള്ളത്. ആ 25 നബിമാരുടെ മൗലീദ് ഖുർആനിൽ നിറഞ്ഞു കിടക്കുന്നു. എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിങ്ങൾ മമ്പുറം മൗലിദ് പരിചയമില്ലേ? അതേ, മുഹയ്യിദ്ദീൻ മൗലീദ് പരിചയമില്ലേ? ഷറഫല്ലനാം അറിയില്ലേ? മങ്കൂസ് അറിയില്ലേ? ബർസഞ്ചി അറിയില്ലേ? ഒട്ടേറെ മൗലിദുകൾ വീടുകളിലില്ലേ? ആ മൗലിദുകളിൽ എന്താ ഉള്ളടക്കം എന്ന് ഞാൻ ആമുഖമായി എന്റെ ശ്രോതാക്കളോട് പറഞ്ഞത് എന്തിനാ? ഇത് വെച്ചുകൊണ്ടാണ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത്, ഓ മുജാഹിദുകൾ പിഴച്ചവര് തന്നെ. കാരണം അല്ലാഹുവിന്റെ ഖുർആനിൽ ഇങ്ങനെ ഈസാ മൗലിദും മൂസാ മൗലിദും നൂഹ് മൗലിദും ഇബ്രാഹിം മൗലിദും ആദം മൗലിദും മുഹമ്മദ് മൗലിദും അതേ അയ്യൂബ് മൗലിദും സക്കരിയ മൗലിദുമൊക്കെ മഹാന്മാരായ അമ്പിയാക്കളുടെ പേരിൽ ഉണ്ടായിട്ട് ഈ മുജാഹിദുകൾ അതിനെ എതിർക്കുന്നുവെങ്കിൽ അവര് പുത്തൻവാദികൾ തന്നെ എന്നല്ലേ സാധാരണ ജനം തെറ്റിദ്ധരിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് വളരെ വിനയത്തോടെ പറയട്ടെ, ഇവര് മൗലിദ് പ്രവാചകന്മാരുടെ മൗലിദ് ഖുർആനിലുണ്ടെന്ന് പറയുന്നത് മഹാവഞ്ചന തന്നെ. ഖുർആനിൽ അങ്ങനെ ഇവര് സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്ന നിലക്കുള്ള ഒരു മൗലിദും ഖുർആനിലില്ല. ആദം നബിയെ കുറിച്ചില്ല, മൂസ നബിയെ കുറിച്ചില്ല, ഒരു പ്രവാചകന്മാരെ കുറിച്ചുമില്ല. പിന്നെ ആ പ്രവാചകന്മാരെ കുറിച്ച് ഖുർആനിൽ എന്താ ഉള്ളത്? ആ നബിമാര് സഹിച്ച ത്യാഗങ്ങൾ ഖുർആനിലുണ്ട്. അവര് ചെയ്ത നന്മകളെക്കുറിച്ച് ഖുർആനിലുണ്ട്. അവര് ചെയ്ത നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇങ്ങനെ അവർ ഈ സമൂഹത്തിന് അർപ്പിച്ചിട്ടുള്ള സംഭാവനകൾ, അവര് ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ, അവരുടെ കാലഘട്ടത്തിലെ ജനങ്ങളിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അമ്പിയാക്കളെ കുറിച്ച് ചരിത്രത്തിൽ, അതേ അവരുടെ ചരിത്രം പറയുന്നിടത്ത്, കഥകൾ പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണോ മൗലിദ്? മഹാന്മാരെ കുറിച്ച് അഥവാ അമ്പിയാക്കളെ കുറിച്ച് ഉള്ളത് കൃത്യമായി പറയുന്നതിനാണോ മൗലിദെന്ന് പറയുന്നതെങ്കിൽ, ആ മൗലിദ് കൂട്ടരെ നിങ്ങളെക്കാൾ പാരായണം ചെയ്യുന്നവർ ഞങ്ങളാണ്. കാരണം ഞങ്ങൾ പുണ്യമുദ്ദേശിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ഏക ഗ്രന്ഥം അല്ലാഹുവിന്റെ ഖുർആനാണ്. ആ ഖുർആൻ എത്ര തവണ ഓതിയാലും എത്ര തവണ പാരായണം ചെയ്താലും നമുക്കതിനോടുള്ള മഹബ്ബത്ത്, നമുക്കതിനോടുള്ള മധുരം തീരുമോ? ഒരക്ഷരം പാരായണം ചെയ്താൽ 10 പുണ്യമുണ്ടെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ അറിയിച്ചിട്ടുള്ള ഇതുപോലുള്ള മഹനീയമായ ഒരു ഗ്രന്ഥം ലോകത്ത് വന്നിട്ടില്ല, ഇനി വരാനുമില്ല. ആ ഖുർആൻ ഓതുന്നവരല്ലേ മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ. ആ ഖുർആനിൽ നബിമാരുടെ മൗലിദ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മൗലിദെന്ന് തെറ്റിദ്ധരിച്ച മൗലിദ് അതിലില്ല. കാരണം എന്തെന്നല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, പ്രവാചകന്മാരെ കുറിച്ച് ഉള്ളതല്ലാത്ത ഒരു പരാമർശവും ഖുർആനിലില്ല.
അവരെക്കുറിച്ച് ഒരു കെട്ടുകഥയുടെ അരവരി പോലും ഖുർആനിലില്ല. അവരെ വിളിച്ച് തേടുന്ന ഒരക്ഷരം ഖുർആനിലില്ല. നിങ്ങൾ പരിചയപ്പെടുത്തുന്ന മൗലിദിന്റെ ഉള്ളടക്കം എന്താണ്? അവരെക്കുറിച്ച് ഉള്ളതും പറഞ്ഞിട്ടുണ്ടാകും, ഇല്ലാത്ത കെട്ടുകഥയും പറഞ്ഞിട്ടുണ്ടാകും, അവരെ വിളിച്ച് തേടുന്ന വരികളും അതിലുണ്ട്. ഇതല്ലേ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന പഠിപ്പിക്കുന്ന മൗലിദ് കിതാബ്? ആ നിലക്ക് ആദം നബിയെ കുറിച്ച് ഖുർആനിലുണ്ടോ? മൂസ നബിയെ കുറിച്ചുണ്ടോ? നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ചുണ്ടോ? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ചുണ്ടോ? അയ്യൂബ് നബിയെ കുറിച്ചുണ്ടോ? ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കുറിച്ചുണ്ടോ? യൂസുഫ് നബിയെ കുറിച്ചുണ്ടോ? ഇല്ല. മഹാന്മാരായ ആ പ്രവാചകന്മാരൊക്കെ സഹിച്ച ത്യാഗങ്ങളും അവരുടെ നന്മകളും അവർ സഹിച്ച ബുദ്ധിമുട്ടുകളും അവർ ചെയ്തിട്ടുള്ള നന്മകളും ഒക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിനാരാണ് എതിര്? അത് പറയരുതെന്ന് ആരാ പറഞ്ഞത്? അത് പറയുന്നതിനോട് ആർക്കാണ് എതിർപ്പുള്ളത്? അതിനാണോ നിങ്ങൾ മൗലിദെന്ന് പറയുന്നതെങ്കിൽ ആ മൗലിദ് ഏറ്റവും ഓതുന്ന പാരായണം ചെയ്യുന്നവര് ഞങ്ങൾ തന്നെയാണ്. അതെ, നിങ്ങൾ പുത്തൻവാദികളെന്ന് ഞങ്ങളെ കുറിച്ച് പറയുന്നുവല്ലേ? ഓ പ്രിയപ്പെട്ടവരെ, ആരാണ് പുത്തൻവാദികൾ? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടെ അല്ലാഹു ഈ ലോകത്തിന് ഓതിക്കേൽപ്പിച്ച പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ ഒന്നാമത്തെ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ മുതൽ അതിന്റെ 114ാമത്തെ സൂറത്തായ സൂറത്തുൻ നാസ് അതുവരെയുള്ള 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ പറയുന്നത് എന്താണ്? അമ്പിയാക്കളുടെ മൗലൂദ് കിതാബാണ് ഖുർആൻ എന്നല്ലേ? എങ്കിൽ പറയണം നിങ്ങൾ ജനങ്ങളോട്, ഏത് സൂറത്തിൽ ഏതായത്തിലാണ് ആദം നബിയെ, നൂഹ് നബിയെ, ഇബ്രാഹിം നബിയെ, മൂസ നബിയെ എന്നിങ്ങനെ മഹാന്മാരായ പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്ന, അതേ രോഗശമനത്തിന് വേണ്ടി തേടുന്ന, കാര്യസാധ്യത്തിന് വേണ്ടി അവരോട് യാചിക്കുന്ന, തേടുന്ന, ദുആ ചെയ്യുന്ന ഒരായത്ത് കാണിക്കാമോ? ഒരിക്കലും ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. കാരണം അല്ലാഹുവിന്റെ ഗ്രന്ഥം അത് സത്യസന്ധമായ ഗ്രന്ഥമാണ്. അതാണ് മുജാഹിദുകൾ പറയുന്നത്. നമ്മെക്കുറിച്ചുള്ള ഒരു വലിയ ധാരണ എന്താണെന്നറിയാം? മഹാന്മാരോട് പുച്ഛമാണ്, അമ്പിയാക്കളോട് ആദരവില്ല, ഔലിയാക്കളോട് ബഹുമാനമില്ല, നല്ലവരായ ആളുകളെ ആദരിക്കില്ല, എല്ലാവരെയും ചീത്ത പറയും, പുച്ഛമാണ്. എന്നാൽ കേൾക്കണോ നിങ്ങൾക്ക്? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ഈ ലോകത്ത് വന്നുപോയിട്ടുള്ള സർവ്വമഹാന്മാരെ കുറിച്ചും ആദരവോടുകൂടി മാത്രം സംസാരിക്കുന്നവരാണ് മുജാഹിദുകൾ, സലഫികൾ. അവരവരെ കുറിച്ച് ഉള്ളതേ പറയൂ, ഇല്ലാത്തത് പറയില്ല. ഇല്ലാത്തത് പറയുന്നതിന് മദ്ഹെന്ന് പറയാമോ? ഒരാളെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നതിന് മദ്ഹെന്ന് പറയാമോ? എന്നെക്കുറിച്ച് നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുമോ? നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തവെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കല്യാണ സദസ്സിലേക്ക് കയറി വരുമ്പോൾ അവിടെയതാ ചെറിയ കുട്ടികൾ നബി തങ്ങളെ കണ്ടപ്പോൾ വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, ഞങ്ങളിൽ ഒരു നബിയുണ്ട്, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അറിയാവുന്ന, ഭാവി കാര്യങ്ങളെക്കുറിച്ചും മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നന്നായി അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട് എന്നീ കുഞ്ഞുമക്കള് പാടിയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ വിളിച്ചുകൊണ്ട് അഭിനന്ദിക്കുകയാണോ ചെയ്തത്? തന്നെക്കുറിച്ച് കുട്ടികൾ മദ്ഹ് പറഞ്ഞതല്ലേ, തന്നെ കുട്ടികൾ പ്രശംസിച്ചു പാടിയതല്ലേ? അതുകൊണ്ട് വരൂ മക്കളെ, നിങ്ങൾക്ക് എന്റെ വക ഒരു സമ്മാനമുണ്ടെന്ന് പറഞ്ഞ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. മറിച്ച് ആ കുട്ടികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു, മക്കളെ ഇത് നിങ്ങൾ പാടല്ല. കാരണം അതിൽ പറഞ്ഞ ആശയം നബിതങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത ആശയമാണ്. കാരണം നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാവുന്നവൻ അല്ലാഹയല്ലാതെ ഇല്ല. മഹാന്മാരായ അമ്പിയാക്കൾ പോലും മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നത് എപ്പോഴാ? അല്ലാഹ് അറിയിച്ചു കൊടുക്കുമ്പോഴാണ്. അല്ലാഹ് അറിയിച്ചു കൊടുക്കുന്ന കാര്യം മാത്രം അവരറിയുന്നു, അറിയിച്ചു കൊടുക്കാത്തത് അറിയാതെയും പോകുന്നു.
ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഈ ഉള്ളവൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. മദീനയിൽ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ തവണ പേര് കേൾക്കുമ്പോഴും അതേ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോ, സ്വലാത്ത് ചോദിച്ചോ. ഒരു തവണ സ്വലാത്ത് ചോദിച്ചാൽ അല്ലാഹു നമുക്ക് 10 പുണ്യം ഓഫർ ചെയ്തിട്ടുള്ള സൽക്കർമ്മമാണ് സ്വലാത്ത്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് വഫാത്തായ കാര്യമല്ല പറയുന്നത്, ജീവിച്ചിരിക്കുന്ന കാലത്തതാ ആ മദീനത്തെ പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു ഉമ്മയുണ്ടായിരുന്നു. ശരിക്ക് ചിന്തിക്കണം എന്റെ പ്രിയമുള്ളവർ, നിഷ്പക്ഷ മനസ്സോടെ നിങ്ങൾ പഠിക്കണം. മദീന പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു സഹാബ ഉമ്മയുണ്ടായിരുന്നു. ഒരു ദിവസം മദീനത്തെ പള്ളിയിലേക്ക് കയറി ചെന്നപ്പോൾ ആ അടിച്ചു തെളിച്ച് വൃത്തിയാക്കുന്ന ഉമ്മയെ നബി തങ്ങൾ കാണുന്നില്ല. അവരെ കുറിച്ച് അന്വേഷിക്കുന്നു, എവിടെ പോയി അവരെന്ന്. എവിടെ